അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനാചരണത്തോടനുബന്ധിച്ച് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനവും വിളംബര ജാഥയും സംഘടിപ്പിച്ചു. പെരിഞ്ഞനം സെന്ററിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ. മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N.K. അബ്ദുൽ നാസർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ E.R. ഷീല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K.A. കരീം, R.K. ബേബി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ഹർഷകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K. ശ്രീകുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസിന്റെ നേതൃത്വത്തിൽ നടന്ന വിളംബര ജാഥയിൽ കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, അംഗനവാടി വർക്കർ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ചെറിയ ആളുകൾ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുന്നത് കാണാം. അങ്ങനെയാണ്. അങ്ങനെ കേരളത്തിൽ പണ്ട് ബ്രഹ്മപുരം, നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബ്രഹ്മപുരം കത്തി കഴിഞ്ഞപ്പോൾ അന്ന് മാധ്യമങ്ങളും പത്രങ്ങളും ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ പ്രചാരം ചെയ്തു. നമ്മളിതിന് വല്ലാതെ കുഴപ്പമാണ് നമ്മുടെ ഈ കേരളം. അങ്ങനെ കേരളം കുഴപ്പമാണെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ പരിഹരിക്കാനുള്ള പുതിയ രീതികൾ നമ്മൾ ആവിഷ്കരിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇപ്പോൾ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് അല്ലെ? ഇത് നമ്മുടെ ഈ സംസ്ഥാനത്തിന് മാത്രം പ്രത്യേകതയാണ്. അന്ന് ആദ്യം അവർക്കൊരു ചെറിയ യൂസേഴ്സ് ഫീ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലേ, എന്തായിരുന്നു ബഹളം ഉണ്ടായിരുന്നത്? ഇന്നൊരു ബഹളവും ഇല്ല. അത് മാത്രമല്ല, നിർബന്ധമായും അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനങ്ങളൊന്നായി കേരളം മാറി. ചെയ്തേ പറ്റൂ.